മലയാളിയെ അല്ലലില്ലാതെ അന്നം മുട്ടിയ സപ്ലൈകോയ്ക്ക് ഇന്ന് 50 വയസ്സ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം വിപുലമായ പരിപാടികളാണ് വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തുടനീളം സേവനമെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് 1974 സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പിന്നീടത് മലയാളിയെ അന്നമൂട്ടുന്ന മഹാപ്രസ്ഥാനമായി മുന്നേറി. 1600ഓളം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്ത് ഇന്ന് നിലവിലുണ്ട്. ആവശ്യ സാധനങ്ങളുടെ വിൽപ്പനയാണ് പ്രധാനമെങ്കിലും മെഡിസിൻ, പെട്രോളിയം, LPG, മണ്ണെണ്ണ എന്നീ മേഖലകളിലും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ 11 പദ്ധതികൾ, 5 വിൽപ്പനയുമായി ബന്ധപ്പെട്ട പുതിയ ഓഫറുകൾ, ഈ കേരളത്തിൽ എല്ലാ ജില്ലകളിലും സപ്ലൈകോയെ സ്നേഹിക്കുന്നവരെ കൂട്ടിയുള്ള സെമിനാറുകൾ, ബിസിനസ് വ്യാപകമാക്കാൻ കൂടുതൽ ചർച്ചയും വർത്തമാനവും വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളടക്കം ഈ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. വിൽപ്പനയിൽ മാത്രമല്ല, സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിലെ കൃഷിക്കാരുടെ നെല്ല് സംഭരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ അംഗനവാടികളിലെ കുട്ടികളുടെ അവരുടെ ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി ഉത്തരവാദിത്വമാണ് സപ്ലൈകോ ഏറ്റെടുത്തിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് 12 കോടി സൗജന്യ കിറ്റുകളാണ് സപ്ലൈകോ മുഖേന ജനങ്ങളിലേക്ക് എത്തിയത്. പൊതുവിപണിയിലെ വില നിലവാരത്തിൽ നിന്ന് നിശ്ചിത ശതമാനം സബ്സിഡി നൽകിയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. 2016 ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സപ്ലൈകോ സാധനങ്ങളുടെ വിലയിൽ കാലോചിതമായ മാറ്റമുണ്ടായത്. സപ്ലൈകോ എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ നിരവധി തവണ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊന്നും പിടികൊടുക്കാതെയാണ് 50ാം വർഷത്തിലേക്ക് കടക്കുന്നത്. കേരളത്തിന്റെ ഇന്നലെകളിൽ എന്ന പോലെ മലയാളിയുടെ മനസ്സിലും കൃത്യമായ ഇടം നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.